ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അടുത്ത ആഴ്ചയോടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിക്കും. നാഷണൽ മെറ്റലർജിക്കൽ ലാബ് SIT ഇക്കാര്യം അറിയിച്ചു. കുറ്റപത്രം തയ്യാറാക്കാനുള്ള അവസാനഘട്ട നീക്കത്തിലാണ് SIT. തൊണ്ടി മുതൽ ലഭിച്ചില്ല എന്ന് കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തും. സാക്ഷിമൊഴികൾ വീണ്ടും രേഖപ്പെടുത്താനും നീക്കമുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് PS പ്രശാന്തിന്റെയും അജികുമാറിന്റെയും മൊഴി രേഖപ്പെടുത്തിയത്. ഹരിമോഹൻ വിവരങ്ങളുമായി. ഹരി, ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനാ ഫലം അടുത്തയാഴ്ച ലഭിക്കാൻ പോകുന്നു. അതിനനുസരിച്ച് കുറ്റപത്രം തയ്യാറാക്കുമെന്നുള്ളതാണോ അതോ അത് അനുബന്ധമായി നൽകുമെന്നാണോ മനസ്സിലാക്കാനാകുന്നത്? ഹരി, സ്മൃതി, നിലവിൽ ഈ 12 പേരും പുറത്തേക്ക്, അതായത് 12 പ്രതികളും പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ എപ്പോഴാണ് കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയായിരുന്നു. അതിന് ഏറ്റവും ഒടുവിൽ ഒരു ഉത്തരം ലഭിച്ചിരിക്കുന്നത് കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികൾ, അല്ലെങ്കിൽ കുറ്റപത്രം തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അടുത്ത ആഴ്ച തുടങ്ങുമെന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം. അത് അടുത്ത ആഴ്ചത്തോടുകൂടി, അതായത് ഏപ്രിൽ മാസം അവസാന ദിവസങ്ങളിൽ ലഭിക്കുമെന്നുള്ളതാണ് ജംഷഡ്പൂരിലെ ദേശീയ മെറ്റലർജിക്കൽ ലബോറട്ടറിയിൽ നിന്ന് SIT അറിയിച്ചിരിക്കുന്നത്. അതുപ്രകാരം അടുത്ത ആഴ്ച ഈ ഫലം ലഭിച്ച ശേഷം കുറ്റപത്രം തയ്യാറാക്കൽ തുടങ്ങും. അത് അനുബന്ധമായി സമർപ്പിക്കുകയല്ല, ആ ഫലത്തോടു കൂടി മാത്രമായിരിക്കും കുറ്റപത്രം തയ്യാറാക്കുന്ന നടപടികൾ തുടങ്ങുക. അതിനകത്തെ ഉള്ളടക്കം വെച്ചുകൊണ്ട് മാത്രമായിരിക്കും കുറ്റപത്രം തയ്യാറാക്കുക. അതിനുശേഷം സർക്കാരിൽ നിന്ന് പ്രോസിക്യൂഷൻ അനുമതി തേടണം. ഈ കുറ്റപത്രം തയ്യാറാക്കുന്ന നടപടി അതിവേഗത്തിൽ പൂർത്തിയാക്കിയാൽ പോലും പുതിയ സർക്കാർ അധികാരത്തിലേറ്റ ശേഷം മാത്രമേ ഈ പ്രോസിക്യൂഷൻ അനുമതി തേടാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിലവിൽ ഹൈക്കോടതി അനുവദിച്ചിട്ടുള്ള മെയ് 18 ആ തീയതിക്കുള്ളിൽ ആ പ്രോസിക്യൂഷൻ അനുമതി തേടുക എന്ന് പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ കഴിയുന്നതല്ല. അതുകൊണ്ട് മെയ് അവസാനത്തോടു കൂടി മാത്രമേ ഈ പ്രോസിക്യൂഷൻ അനുമതി തേടിക്കൊണ്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഈ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കരട് കുറ്റപത്രങ്ങൾ നേരത്തെ തയ്യാറാക്കിയിരുന്നു. 2 കേസുകളായി കരട് കുറ്റപത്രങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു. പക്ഷേ ആ കുറ്റപത്രങ്ങളിൽ മാറ്റം വരും. അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ അന്തിമ കുറ്റപത്രം തയ്യാറാക്കുന്ന ഘട്ടത്തിൽ ഈ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ പറയുന്ന കാര്യങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശബരിമലയിലെ സ്വർണ്ണത്തിൽ എത്രത്തോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്, സ്വർണ്ണപ്പാളികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഉത്തരം ലഭിക്കുക ദേശീയ മെറ്റലർജിക്കൽ ലബോറട്ടറിയിൽ നിന്ന് ലഭിക്കുന്ന ഈ ഫലത്തിൽ നിന്നാകും. നിലവിൽ VSSCയിലെ 2 പരിശോധനാ ഫലങ്ങളിലും അതിലൊരു കൃത്യത ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദേശീയ മെറ്റലർജിക്കൽ ലബോറട്ടറിയിലെ ആ ഫലത്തിൽ ആ കൃത്യത വന്നു കഴിഞ്ഞാൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമായി അത് മാറുമെന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ ഈ ലാബിൽ നിന്ന് ലഭിക്കുന്ന ഫലത്തിൽ കൂടി പാളികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ SITയെ സംബന്ധിച്ച് തിരിച്ചടിയാകും. സ്മൃതി. ശരി, ഹരിമോഹനാണ് വിവരങ്ങൾ നൽകുന്നത്.